ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മ അഗ്നിയെപ്പറ്റിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രതീകമാണ് അഗ്നി. മനുഷ്യ ജീവിതത്തെ ഉരുക്കി വാർക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ് അഗ്നി എന്ന പ്രതീകം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോഹങ്ങളിലെ മാലിന്യങ്ങൾ ശുദ്ധി ചെയ്യുവാനും പുതിയ രൂപഭാവങ്ങൾ നൽകുവാനും അഗ്നി സഹായിക്കുന്നു. പഴയ നിയമത്തിൽ അഗ്നി ദൈവത്തിൻ്റെ സാന്നിധ്യമായി മോശയ്ക്ക് അനുഭവപ്പെട്ടു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാം. പിന്നീട് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം, 1-ാം അധ്യായം 13-ാം വാക്യത്തിലും ദൈവത്തിൻ്റെ മഹത്വമായും, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവമക്കളെ സംരക്ഷിക്കുന്ന സൈനിക വ്യൂഹമായും, ദൈവസംരക്ഷണം നൽകുന്ന കവചമായിട്ട് സക്കറിയായുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിലും, സങ്കീർത്തനം 78:14 കാണാം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 24-ലും, ജെറമിയ 5:14-ലും, യെശയ്യാ 10:17-ലും അശുദ്ധിയെ തുടച്ചു നീക്കുന്ന ദൈവിക ശക്തിയായും, സക്കറിയായുടെ പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ നീതിയോടെ വിധിക്കുന്ന മാർഗമായും, യെശയ്യാ 66:15-16 പാപത്തിനെതിരെയുള്ള കർത്താവിൻ്റെ ഉഗ്രകോപമായും അഗ്നിയെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ധ്യാനിക്കാം. പുതിയ നിയമത്തിൽ പ്രത്യേകമായി അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ പ്രധാനമായ 4 പ്രത്യേകതകൾ ഇവയാണ്. 1. സ്നേഹത്തിൻ്റെ അഗ്നി, തണുത്തിരിക്കുന്നതിനെ ചൂടുപിടിപ്പിക്കുന്നു. 2. ശുദ്ധീകരണത്തിൻ്റെ അഗ്നി, മാലിന്യം മാറ്റി വിശുദ്ധി നൽകുന്നു. 3. പ്രകാശത്തിൻ്റെ അഗ്നി, ഇരുട്ടുമാറ്റി വെളിച്ചം നൽകുന്നു. 4. ശക്തിയുടെ അഗ്നി, ഭയം മാറ്റി ധൈര്യം നൽകുന്നു. അപ്പസ്തോലന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 3-4 വാക്യത്തിൽ പന്തക്കുസ്താ ദിനത്തിൽ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് തീനാവുകളുടെ രൂപത്തിലാണ്. അതോടൊപ്പം ശിഷ്യന്മാരുടെ ഭയം നീങ്ങിപ്പോയി. അവർ ദൈവിക ജ്ഞാനത്താലും തീഷ്ണതയാലും നിറഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. സ്നാപക യോഹന്നാൻ പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. അഗ്നി സ്പർശിക്കുന്നതെല്ലാം രൂപാന്തരപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പസ്തോല പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ഭാഗത്ത് സാവൂളിനുണ്ടായ മാനസാന്തരം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഭൂമിയിൽ തീയിടുവാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. പരിശുദ്ധാത്മാവിലൂടെ ഉജ്ജ്വലിക്കപ്പെടുന്ന ദൈവസ്നേഹാഗ്നിയാണ് അവിടുന്ന് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നാം കാണുന്ന ദൈവത്തിൻ്റെ അഗ്നി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തിന്മയെ നശിപ്പിക്കുന്നു, പാപാസക്തികളുടെ കെട്ടുകളെ അഴിക്കുന്നു, ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു, ദൈവത്തോടുള്ള ഭയത്താലും ഭക്തിയാലും മനസ്സിനെ നിറയ്ക്കുന്നു, ദൈവവചനം ഗ്രഹിക്കുവാൻ ഹൃദയങ്ങളെ തുറക്കുന്നു, ദൈവസ്നേഹം അനുഭവവേദ്യമാക്കി തരുന്നു. നമുക്ക് തീഷ്ണതയോടെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഈ പന്തക്കുസ്താ ദിനത്തിൽ നിറയപ്പെടുന്നതിനായി പരിശുദ്ധയമ്മയും അപ്പസ്തോലന്മാരും ദാഹത്തോടെ സിഹ്യോൻ മാളികയിൽ പ്രാർത്ഥനാപൂർവം കാത്തിരുന്നതുപോലെ നമുക്കും കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോനാഥ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ ഉജ്ജ്വലിക്കപ്പെടുന്ന ദൈവസ്നേഹാഗ്നിയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ചൂട് പകർന്ന് നിർമ്മല സ്നേഹവും നന്മ ചെയ്യുവാനുള്ള തീഷ്ണതയും ധൈര്യവും നൽകി അപ്പസ്തോലന്മാരെ പോലെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.